സ്വാതന്ത്ര്യ ദിനത്തിൽ ജനിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നമുക്ക് എന്തോക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലയോ, വാര്യാപുരത്തായിരുന്നു എൻ്റെ ഫാദർ. ഞങ്ങളുടെ കുടുംബം ഇപ്പോഴും ഉണ്ട്. സ്കൂൾ സമയം മുതലേ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോ. അതുപോലെ പാസ്റ്റർ ഈ ദേശത്തേക്ക് വരുമ്പോൾ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം ജോലി ആണോ അതോ മിനിസ്ട്രി ചെയ്യണമെന്നുള്ള കോടിക്കോളം എല്ലാം ചമച്ചവൻ എല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യാക്കൂബിന്റെ മകന്റെ കാര്യം അത് ഒരു അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. ഒരു ചർച്ചയിൽ തന്നെ ഇത്രയും വർഷങ്ങൾ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ചലഞ്ചസ് ഉള്ള ഒരു എനിക്ക് ന്യായമായിട്ട് പറയാവുന്ന കാര്യങ്ങൾ പോലും ഞാൻ പറയാതെ മൗനമായിട്ട്, കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ആ അവാർഡ് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. കണ്ണീർ മുതിർന്നവരുടെ വാക്കുകൾ, ആലോചനകൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിനെ അനുസരിക്കുക. അത് അവർക്ക് ഭാവിയിൽ ദോഷമായി തീരുകയില്ല. അനേക യുവാക്കളുടെ മാരേജ് അവർ തൃപ്തരല്ല. പിന്നെ മേഴ്സിയെ അതുപോലും മേഴ്സിയുടെ ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, ജ്യേഷ്ഠത്തി ആ ചായയും കൊണ്ടുവന്നു. ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ്. പിള്ളേർ നമ്മുടെ കൂടെ ആരാധനയ്ക്ക് കടന്നു, അതിന് മുൻഗണന കൊടുക്കുന്ന ആർക്കും ഒരു തോൽവിയുമില്ല. ഇടയന്റെ ഹൃദയം വേണം. ആ ഹൃദയമാണ് ഇന്നത്തെ അനേക ഭാഷമാർഗില്ല.